അങ്ങനെ 2 കഥകളാണ് അന്ന് MT പറഞ്ഞത്. അതൊന്ന് പഞ്ചാഗ്നിയുടെ കഥയും മറ്റൊന്ന് നഖശതങ്ങൾ. അപ്പം അന്ന് ഈ പഞ്ചാഗ്നിയോ നഖശതങ്ങളെന്നോ പേരൊന്നും അന്ന് ആയിട്ടില്ലെന്ന് തോന്നുന്നു. അപ്പം ആദ്യം പറഞ്ഞിരുന്ന ഈ പഞ്ചാഗ്നിയുടെ കഥ എന്ന് പറയുന്നത് നമ്മുടെ നക്സൽ വർഗീസ് അദ്ദേഹത്തിന് ഇൻസ്പയർ ചെയ്തിട്ട് അദ്ദേഹത്തിന്റെ ഒരു ജീവിതം ബേസ് ചെയ്തിട്ട് ഒരു മെയിൽ ക്യാരക്ടർ തന്നെയാണ്. ഒരു ഭയങ്കര പൗരുഷം നിറഞ്ഞ ഒരു കഥാപാത്രമായിരുന്നു നായകൻ. അത് മമ്മൂട്ടി. മറ്റൊന്ന് പുതുമുഖങ്ങളെ വെച്ചിട്ടുള്ള റൊമാൻറ്റിക് സ്റ്റോറി, അതാണ് നഖശതങ്ങൾ. അപ്പോൾ കഴിഞ്ഞ സിനിമ അത്ര വലിയ വിജയമാവാത്തത് കൊണ്ട് ഇവർ തീരുമാനിച്ചു ഈ പുതുമുഖങ്ങളുടെ സിനിമ പിന്നെ ചെയ്യാം. കാരണം അതത്ര റിസ്ക് ഉള്ള സിനിമ, ചിലപ്പോൾ പരാജയപ്പെടാം, ചിലപ്പോൾ വിജയിക്കാം. പക്ഷെ നമുക്കൊരു സേഫ് ആയിട്ടുള്ള സിനിമ, നല്ലൊരു സ്റ്റാർ വാല്യൂ ഉള്ള സിനിമ എന്ന് പറഞ്ഞിട്ടാണ് പഞ്ചാഗ്നി എന്ന് പറയുന്ന സിനിമ പ്ലാൻ ചെയ്യുന്നത്. പക്ഷെ അന്ന് മമ്മൂട്ടി ഒരുപാട് സിനിമകൾ ചെയ്യുന്ന ഒരു സമയമാണ്. നമുക്കറിയാം അന്ന് ഒരു വർഷം 30 സിനിമ 34 സിനിമയ്ക്കാണ് 85, 86 കാലഘട്ടങ്ങളിലൊക്കെ മമ്മൂട്ടിയായാലും മോഹൻലാലായാലും ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇവരുടെ സെവൻ ആർട്സിന്റെ തന്നെ അദ്ദേഹത്തിന്റെ തന്നെ നിർമ്മാണത്തിൽ കാതോട് കാതോരം, ഭരതൻ ഡയറക്ട് ചെയ്ത കാതോട് കാതോരം പാരലലി ഷൂട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ മമ്മൂട്ടിയാണ് നായകൻ. അപ്പോൾ കാതോട് കാതോരം നമുക്കിപ്പോൾ ഇന്നത്തെ ജനറേഷൻ എല്ലാവർക്കും അറിയാം. കാതോട് കാതോരത്തിലെ കുറിച്ച് രേഖാചിത്രമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സിനിമയെ കുറിച്ചൊക്കെ കൂടുതൽ ഇന്നത്തെ ജനറേഷൻ അറിഞ്ഞത് ആ ഒരു രേഖാചിത്രത്തിനൊക്കെ ശേഷമാണ്. അപ്പോൾ ഈ പറഞ്ഞ പഞ്ചാഗ്നി മമ്മൂട്ടിയുടെ ഡേറ്റ് ഇഷ്യൂ വന്നു കഴിഞ്ഞപ്പോൾ അവര് മമ്മൂട്ടിനെ റീപ്ലേസ് ചെയ്യാൻ ആ ഒരു ക്യാരക്ടറിന് ആപ്റ്റ് ആയിട്ടുള്ള ഒരു നടനെ അവർക്ക് മനസ്സിൽ വന്നില്ല. അങ്ങനെ അവർ ആ കഥയിൽ ചില മാറ്റങ്ങൾ വരുത്തി അതൊരു ഫീമെയിൽ ഓറിയന്റഡ് ആക്കി മാറ്റണം. അപ്പോൾ അജിത എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആക്ടിവിസ്റ്റിനെയൊക്കെ നമുക്കറിയാം. അപ്പോൾ അവരുടെയൊക്കെ ഒരു ലൈഫിലെ ചില ഇൻസിഡൻസ് ഒക്കെ വെച്ചിട്ട് ബേസ് ചെയ്തിട്ടാണ് MT അതൊന്ന് റീവർക്ക് ചെയ്തത്.